ആ ആ എവിടെ സ്ഥലം നിങ്ങളുടെ? പത്തനംതിട്ടയിൽ നിന്ന് വരിക. പിന്നെ നമുക്കെന്നെ വല്ല ജോലി ഉണ്ടോ? അതോ ചെയ്തുകൊണ്ടിരിക്കുക? ഒരു മോനുള്ളതോ? ആ ആ. ഓപ്പറേഷൻ കഴിഞ്ഞാണോ? അതോ ഓപ്പറേഷൻ കഴിഞ്ഞാണോ? ആണല്ലേ. ഇനിയിപ്പോൾ എന്നാ അവർ പറയുന്നത്? ചെയ്തു. ആ ആ ചെയ്യത്തുള്ളൂ. എത്ര വയസ്സുണ്ട് ഇപ്പോൾ? 17 വയസ്സ്. എങ്ങനെ വന്നു നിങ്ങളുടെ വണ്ടി? ഞാൻ ഈ നമ്പർ വെച്ച് കൊടുത്തോളാം. കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പം നിൽക്കുന്നത് വെണ്ണിമലയിലാണ്. ഇന്ന് കർക്കിടവാവാണ്. അപ്പോൾ വെണ്ണിമല ക്ഷേത്രത്തിൽ നടക്കുന്ന കർക്കിടവാവ് ബലിയുടെ ചടങ്ങുകളെല്ലാം നമുക്കൊന്ന് കാണാം. ഇത് എറിയാട് ഗുരുദേവ ക്ഷേത്രമാണ്. എറിയാട് 63 നമ്പർ ഗുരുദേവ ക്ഷേത്രം. ഇവിടെ രാവിലെ 5 മണിക്ക് തന്നെ ബലിതർപ്പണ ചടങ്ങുകളെല്ലാം തുടങ്ങി. ക്ഷേത്രം ശാന്തി അരുൺ ശാന്തികളും അതുപോലെ സച്ചിൻ ശാന്തികളുടെ നേതൃത്വത്തിലാണ് ഇവിടെ ബലിതർപ്പണ ചടങ്ങുകളെല്ലാം നടക്കുന്നത്. ആൾക്കാർ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇത് പുതുപ്പള്ളി 148 നമ്പർ ഗുരുദേവ ക്ഷേത്രമാണ്. ഇവിടെയും രാവിലെ തൊട്ട് തിരക്കായിരുന്നു. ആൾക്കാർ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇത് തോട്ടയ്ക്കാട് SNDP ക്ഷേത്രം. അതിനോട് തൊട്ട് തന്നെയാണ് തോട്ടയ്ക്കാട് ശങ്കരനാരായണ സ്വാമി ക്ഷേത്രവും. അവിടെ രണ്ടിടത്തും ബലിതർപ്പണ ചടങ്ങുകളുണ്ട്. ഇവിടെ ബൈജു ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ബലിതർപ്പണ ചടങ്ങുകളെല്ലാം നടക്കുന്നത്. ഒരു വർഷത്തിൽ 3 പ്രാവശ്യം നമ്മൾ വൈദ്യന്മാരിൽ എഴുതണം. ഇവിടെയും വെളുപ്പിനെ 4 മണി 5 മണിയൊക്കെ തുടങ്ങി തന്നെ ചടങ്ങുകൾ ആരംഭിച്ചു. ഇത് ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം. അവിടെ അതുപോലെ തന്നെ നല്ല തിരക്കാണ്. ക്ഷേത്രത്തിൻ്റെ മുന്നിൽ മനോഹരമായ ഒരു കുളമുണ്ട്. ഇത് പരിയാരം SNDP ക്ഷേത്രമാണ്. ചക്കഞ്ചിറ സ്ഥിതി ചെയ്യുന്നത്. അവിടെയും പുലർച്ചെ തൊട്ട് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. അഭിവൃദ്ധ്യർത്ഥം പിണ്ഡ പ്രധാന പൂജ ആദ്യ കരിഷി എന്നിവയുടെ നടുക്കായിട്ട് സമർപ്പിക്കുക. ഇത് കാടമുറി ക്ഷേത്രമാണ്. അവിടെ ക്ഷേത്രത്തിലെ പൂജകളും മറ്റു
ചടങ്ങുകൾ മാത്രമേ നടക്കുന്നുള്ളൂ. ബലിതർപ്പണ ചടങ്ങുകളെല്ലാം തൃക്കോതമംഗലം മഹാദേവ ക്ഷേത്രത്തിലാണ്. അവിടെ നിന്നുള്ള ആൾക്കാരെല്ലാം അവിടെയാണ്. ഇതാണ് തൃക്കോതമംഗലം മഹാദേവ ക്ഷേത്രം. അപ്പോൾ ഈ ക്ഷേത്രത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ, അടുത്ത വീഡിയോയ്ക്കകത്ത് ഈ ക്ഷേത്രത്തിൻ്റെ ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല തിരക്കായിരുന്നു, പുലർച്ചെ തൊട്ട് നല്ല തിരക്കാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത്, അവിടെ ശ്രീകോവിലിൻ്റെ അടിയിൽക്കൂടെ ഒരു നീരുറവയുണ്ട്. വരുന്നതാണ് ആ വെള്ളം ഒഴുകുന്നത് ക്ഷേത്രത്തിൻ്റെ അടിവശത്തുകൂടി വരുന്നതാണ്. അപ്പോൾ ഇവിടെ നല്ല തിരക്കായിരുന്നു, രാവിലെ തൊട്ട് തിരക്കായിരുന്നു. അപ്പം അടുത്ത വീഡിയോയ്ക്കകത്ത് ഞാൻ ആ ക്ഷേത്രത്തിലെ കാര്യങ്ങളെല്ലാം പറയാം. ഒരുപാട് ഐതിഹ്യങ്ങളുള്ളൊരു ക്ഷേത്രമാണ്. പാക്കനാർ നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ്. പരശുരാമനൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലുള്ളതാണ്. ഇതാണ് ആ കുളം. അപ്പോൾ നമുക്കതിന് ശേഷം വെണ്ണിമലയിലേക്ക് പോകാം. വെണ്ണിമല രാവിലെ 4 മണി തൊട്ടുള്ള തിരക്കാണ്. നിങ്ങൾക്ക് കാണാം, വാഹനങ്ങളുടെ നീണ്ട നിര തന്നെയാണ്. എല്ലായിടവും നിറഞ്ഞ്, വാഹനങ്ങൾ കൊണ്ട് എല്ലായിടവും നിറഞ്ഞിരിക്കുകയാണ്. സമുദ്രനിരപ്പിൽ 1500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ക്ഷേത്രമാണ് വെണ്ണിമല. ഈ കാണുന്നതാണ് കോട്ടയം ടൗൺ മുഴുവൻ നമുക്കിവിടെ നിന്നാൽ കാണാം. അത്രയ്ക്കും ഹൈറ്റിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒരു കാടിന്, പണ്ടൊരു കാലത്ത് ഇത് മുഴുവൻ കാടായിരുന്നു. കാടിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ട് താഴെയാണ് തീർത്ഥക്കുളം. ഇത് 7-ാം മൈലിൽ നിന്ന് കടന്നു വരുന്ന വഴിയാണ്. ഇതാണ് മെയിൻ റോഡ് വെണ്ണിമലയിലേക്കുള്ളത്. അപ്പം ആ വഴികളെല്ലാം വീതി കുറവായതുകൊണ്ട് വണ്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാർ ധാരാളമുണ്ട് എല്ലാ സ്ഥലത്തും. പുതുപ്പള്ളി, കാഞ്ഞിരത്തുമൂട്, അതുപോലെ 7-ാം മൈല്, എല്ലായിടത്തും പോലീസ് ഉദ്യോഗസ്ഥർ വാഹനങ്ങൾ നിയന്ത്രിച്ച് ആർക്കും ബലിതർപ്പണത്തിന് വരുന്ന ആർക്കും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ ആ ഉദ്യോഗസ്ഥന്മാരെല്ലാം, ഞാൻ അവരൊക്കെയായിട്ട് സംസാരിച്ചായിരുന്നു. അവർ നല്ല രീതിയിൽ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതാണ് ക്ഷേത്രത്തിലോട്ടുള്ള വഴി. അവിടെ സ്വല്പം മോശമാണ്. ഞാനത് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, വഴിയുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഷഡ്കാല ഗോവിന്ദ സ്മാരക കെട്ടിടമാണ്. അവൻ്റെ അവിടെയും വണ്ടിയെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം. ക്ഷേത്രത്തിൽ ധാരാളം പോലീസ് വാഹനങ്ങളെ, ആംബുലൻസ് എന്ന് വേണ്ട ആൾക്കാർക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം അവിടെ ചെയ്തിട്ടുണ്ട്. ക്ഷേത്രം രാവിലെ തന്നെ തിരക്കായി. ഇന്ന് നല്ല കാലാവസ്ഥയും കൂടെയാണ്. കാരണം എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ ഈ വാവിൻ്റെ അന്ന് ഭയങ്കര മഴയാണ്. കോരിച്ചൊരിയുന്ന മഴയത്തായിരുന്നു എല്ലാവരും വന്നുകൊണ്ടിരുന്നത്. ഇന്നതായാലും മഴയില്ല. അതുകൊണ്ട് എല്ലാവരും നല്ല ആൾക്കാർ നല്ല വരവ് തന്നെയാണ്. ഏറെക്കുറെ 10,000-നും 15,000-നും മുകളിൽ ആൾക്കാർ സന്ദർശിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. ദൂര സ്ഥലങ്ങളിൽ നിന്നാണ് കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നത്. ഇവിടെ പ്രതിമനെ ഇരുത്തുന്ന ഒരു ചടങ്ങും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ഈ ക്ഷേത്രത്തിനൊരു പ്രാധാന്യം. അതുപോലെ രാമായണ മാസം എന്ന് പറയുന്ന ഈ കർക്കിടക മാസത്തിൽ എന്നും ക്ഷേത്രത്തിൽ ചടങ്ങുകളുണ്ട്. വിശ്വഹിന്ദു പരിഷത്തിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം. നിരവധി ഐതിഹ്യങ്ങളുള്ള ഒരു ക്ഷേത്രം തന്നെയാണ്. 2 കൊടിമരമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മറ്റു ക്ഷേത്രത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ക്ഷേത്രത്തിനകത്തോട്ട് കയറാൻ തന്നെ നല്ല തിരക്കായി.
നാളെ അടഞ്ഞിരിക്കല്ലേ തലകളെ നടക്ക് സമർപ്പിച്ചു അതിനോട് സമർപ്പിച്ചു. എപ്പം തുടങ്ങിയായിരുന്നു? 4 വെളുപ്പിന് 4 മണി. തന്നെ സമയം കറക്റ്റായിട്ട് ഇങ്ങോട്ട് കയറി കൊടുക്കും. 4 തന്നെ കാരണം വലിയ തിരക്കില്ലാതെ ഒഴിവാക്കാൻ പറ്റും. കഴിഞ്ഞ വർഷത്തൊക്കെ പറയല്ലേ 4:30 4:45 തുടങ്ങി. ഇത് ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് പ്രസാദാണ്, എൻ്റെ ഒരു സുഹൃത്താണ്. അതുപോലെ തന്നെ പ്രദീപുണ്ട്. അവരെല്ലാം പ്രദീപിൻ്റെ സെക്രട്ടറിയാണ്. അവരെല്ലാം ഒരാഴ്ചയായിട്ട് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ഇവിടുത്തെ ക്രമീകരണങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുമായിരുന്നു. അതുപോലെ അറിയാം, ആൾക്കാർ വരുന്ന ക്ഷേത്രമായതുകൊണ്ട് അവർക്കെല്ലാം അതുപോലെ തിരക്കാണ്. ഇന്നലെ രാത്രി എല്ലാവരും ഇവിടെയായിരുന്നു. അതിൻ്റെ തയ്യാറെടുപ്പുകളെല്ലാം നടത്തണ്ടേ. അതുപോലെ ക്ഷേത്രത്തിന് തൊട്ട് സമീപത്തായിട്ട് സർപ്പം പാട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ട് കേൾക്കുന്നത്. അതുപോലെ ഈ ക്ഷേത്രത്തിലെ സോപാന സംഗീതവും ഇത് ഞാൻ മുഴുവൻ നിന്ന് കേൾക്കും. എനിക്ക് ആ ട്യൂണ് ഭയങ്കര ഇഷ്ടമാണ്. മനസ്സോട് ഇവർ ഈ പാടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അക്ഷരദേവത നാവിൽ വീഴങ്ങണേ രാഹുദോഷങ്ങളും ശത്രുദോഷങ്ങളും കണ്ടേകാശനി ദോഷം തീർത്തരോളിടണേ വെല്ലുവിളയിൽ കുടികൊള്ളുന്ന ശ്രീരാമ സ്വാമിയമ്മ ദുരിതമാറിഞ്ഞു ദോഷമായി തീർത്തരോളിടണം നെല്ലും പൊന്നുകളൊക്കെ വർധനമുണ്ടാകണം ദീർഘായസു കൽപ്പിക്ക വേണം സന്തതിമാരിവർക്ക് രാജാവിന്റെ തിരുമനവും തെളിയണം നാഗേശി അമ്മേ കേട്ടുമേ സാധിക്കാം കുടുംബദോഷങ്ങളെല്ലാം ദീർഘരോളിയണം സർപ്പദോഷങ്ങളെല്ലാം അതുപോലെ ഈ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ഇത് മീനിടം പ്രദേശമാണ്. മീനിടം പാമ്പാടിയൊക്കെയാണ്. മൊത്തം മഞ്ഞ് മൂടി കിടക്കുന്നത് നമുക്ക് കാണാം. അത്രയ്ക്കും ക്ഷേത്രത്തിൻ്റെ ഉയരം നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാകും. മീനിടമൊക്കെ താഴ്ന്ന പ്രദേശമാണ്, പക്ഷേ കണ്ടോ മൊത്തം മഞ്ഞ് മൂടി കിടക്കുകയാണ്. ക്ഷേത്രത്തിൽ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എല്ലായിടത്തും കൗണ്ടറുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ. ഇതാണ് പ്രതിമണ്ഡപം. ഇവിടെയാണ് നമ്മൾ മരിച്ച ആൾക്കാരെ എല്ലാം ഈ മണ്ഡപത്തിലാണ് ഇരുത്തുന്നത്. ഇവിടെ ഹോമങ്ങളെല്ലാം ഉണ്ട്. പ്രതിപൂജയുമായിട്ട് ബന്ധപ്പെട്ട മരിച്ചുപോയവർക്ക് വേണ്ട എല്ലാ ചടങ്ങുകളും വെണ്ണിമല ക്ഷേത്രത്തിൽ എന്നും ഉണ്ടെന്നുള്ളതാണ്. നമുക്ക് എപ്പോഴും എല്ലാ കാര്യത്തിനും ഇവിടെ ആശ്രയിക്കാം. കേരളത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ ക്ഷേത്രത്തിലെത്തുന്നുണ്ട്. ക്ഷേത്രം ധാരാളം ഐതിഹ്യങ്ങളിലുള്ളതാണ്. ക്ഷേത്രത്തിന് തൊട്ട് സമീപത്ത് കപിലമഹർഷി തപസ് ചെയ്ത ഗുഹ, അങ്ങനെ ഉള്ള ഒത്തിരി പ്രത്യേകതകളും നിഗൂഢ രഹസ്യങ്ങൾ ഒളിഞ്ഞു നിൽക്കുന്ന രാജാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന ക്ഷേത്രമാണ്. ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് നേരെ ബലിതർപ്പണം ചെയ്യുന്ന മണ്ഡപത്തിലേക്ക് പോകാം. തീർത്ഥക്കുളം എല്ലാം ഇതിവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭഗവാനെ അഭിഷേകം ചെയ്യുന്ന തീർത്ഥം തന്നെയാണ് തീർത്ഥക്കുളത്തിലേക്ക് എത്തുന്നത്. അതും മണ്ണിനടിയിൽ കൂടെയാണെന്നുള്ളതാണ്. ഇത് തീർത്ഥക്കുളത്തിലേക്കുള്ള വഴിയാണ്. എല്ലായിടത്തും ധാരാളം പോലീസുകാരുണ്ട്. ഇത്രയും ഉയരത്തിലുള്ള സ്ഥലത്ത് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ബലിതർപ്പണത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്.
ഇവിടുന്ന് സാധനം മേടിച്ചുകൊണ്ടാണ് നമ്മൾ താഴോട്ട് പോകുന്നത്. നല്ലൊരു കുത്തിറക്കമായിരുന്നു. ഉണ്ടോ, നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ അവിടെ സ്റ്റെപ്പൊക്കെ കെട്ടി നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. പണ്ട് കാലത്തൊക്കെ അതിലെ ഒരു നടന്ന് ഇറങ്ങിപ്പോകാൻ വലിയ പാടായിരുന്നു. കാരണം അത്രയ്ക്കും വഴി മറ്റേ പണ്ട് കാലത്തെ വെട്ടുകല്ലൊക്കെ ഉപയോഗിച്ചുള്ള സ്റ്റെപ്പൊക്കെ ആയിരുന്നു. അതിനെല്ലാം മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ പിടിച്ചു കയറാനും, പ്രായമുള്ളവർക്ക് പിടിച്ചു കയറാനും എല്ലാ കൈവരികളും എല്ലാം ഉണ്ട്. അതുപോലെ ആ തീർത്ഥക്കുളം ഈ അടുത്ത കാലത്താണ് നവീകരിച്ചിരിക്കുന്നത്. അത് നല്ല ഭംഗിയായിട്ട് തന്നെ നവീകരിച്ചിട്ടുണ്ട്. തിരക്കാണ്, ധാരാളം ആൾക്കാർ. ഞാൻ ചെല്ലുമ്പോഴത്തേന് ആ പരിസരം മുഴുവൻ നിറഞ്ഞു നിൽക്കുക, നിങ്ങൾക്ക് കാണാം. അതുപോലെ ആൾക്കാരുടെ തിരക്ക് കൂടുതലുണ്ട്. മുകളിലും താഴെയും ബലിതർപ്പണത്തിനുള്ള സൗകര്യം ക്രമീകരിച്ചിരിക്കുന്നത് കാണാം നിങ്ങൾക്ക്. മുകളിലോട്ടും ആൾക്കാർ ധാരാളം കയറി പോകുന്നുണ്ട്, താഴെയുണ്ട്. ആൾക്കാരെത്താൻ തുടങ്ങിയിട്ടുള്ളൂ. ധാരാളം ആൾക്കാർ ഇനി എത്തിച്ചേരാനുണ്ട്. ഇതാണ് തീർത്ഥക്കുളം. ആ തീർത്ഥം വെള്ളം വീഴുന്നത് ശ്രീകോവിലിൻ്റെ അവിടെ നിന്നാണ് ഈ വെള്ളം ഇങ്ങോട്ട് വരുന്നത്. അതാർക്കും മണ്ണിനടി കൂടെയാണ് ഇത്. എങ്ങനെ ഇവിടെ എത്തുന്നുള്ള ആർക്കും അറിയത്തില്ല. അതുപോലെ ആ തീർത്ഥക്കുളത്തിലൊക്കെ എപ്പോഴും ഇതുപോലെ തന്നെ വെള്ളമാണ്. വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു സ്ഥലമാണ്. മണ്ഡപമെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. വെളിയിലും എല്ലാ ആൾക്കാരെ ക്യൂ നിൽക്കുകയാണ്. എള്ള്, പൂവ്, ചന്ദനം, വെള്ളവും കൂടെ കൂട്ടി കൂട്ടിയെടുത്ത് ശ്രദ്ധിക്കണേ. പിതൃലോകത്തിലേക്ക് മടക്കി അയക്കുന്നു എന്ന് സങ്കല്പിക്കും. അല്ലെങ്കിൽ എല്ലാ പിതൃക്കളെയാണ് അങ്ങനെ സങ്കല്പിച്ച് 3 പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കുന്നതായി സങ്കല്പിച്ച്, ഇങ്ങനെ 3 പ്രദക്ഷിണം വയ്ക്കുന്നതായി സങ്കല്പിച്ച്. അതുപോലെ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ എല്ലാ കാര്യങ്ങളും അതുപോലെ എല്ലാം അറേഞ്ച് ചെയ്തിട്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തിട്ടാണ് ബലിതർപ്പണ ചടങ്ങുകൾ ഇവിടെ തുടങ്ങുന്നത്. അതുപോലെ എല്ലാം വളരെ വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ തിരുമേനി പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് ഈ ചടങ്ങുകളെല്ലാം നടത്തുന്നത്. അത് എത്ര തിരക്കുണ്ടെങ്കിൽ പോലും ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. ധാരാളം ആൾക്കാർ സേവനത്തിന് വേണ്ടി ഇവിടെയുണ്ട്. അവരെല്ലാം കൂടി നടക്കുന്നു. അതുപോലെ ഇവിടുത്തെ ചടങ്ങുകൾ കഴിഞ്ഞിട്ട് തീർത്ഥക്കുളത്തിൽ കുളിച്ചതിന് ശേഷം വീണ്ടും ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തിയിട്ടാണ് ആൾക്കാർ പിരിഞ്ഞു പോകുന്നത്. അവർക്ക് വേണ്ട അന്നദാനങ്ങളും അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരും ഭംഗിയായിട്ട് വലിയിട്ട് ഇത്ര നിലയിട്ട രീതിയിൽ തന്നെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ പോവുക. ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആ കിറ്റിനകത്ത് 2 ഇലയുണ്ടാവും. ഗ്ലാസൊക്കെ അവിടെ വന്നിട്ട് വന്നോളൂ. ആ 2 ഇലയില് ഒരല്ല നിങ്ങളുടെ വലത് കൈവശത്ത് വയ്ക്കുക, ഒരല്ല വലത് കൈവശത്ത് വയ്ക്കുക. ഒരല്ല വലത് കൈവശത്ത്, ഒരല്ല നേരെ മുമ്പിൽ വയ്ക്കുക, ഒരല്ല നേരെ മുമ്പിൽ വയ്ക്കുക. ചേട്ടാ പൊട്ടിച്ച് കളഭം ഒന്ന് ചാലിച്ച് വയ്ക്കുക. വെള്ളം മൊത്തം വന്നു കഴിഞ്ഞാൽ മതി, നടക്കില്ല.
വേദനിപ്പിച്ചിരിക്കണമെന്നില്ല. സ്വസ്ഥമായിട്ട് എങ്ങനെ ഇരിക്കാൻ പറ്റുമോ അങ്ങനെ ഇടാൻ പറ്റും. ഇല്ലെങ്കിൽ അന്നേരം പറയാം. രണ്ടല കിട്ടാത്ത നിലയിലുണ്ടോ? അത് ഇലയിനെ ശ്രദ്ധിച്ചോളൂ. ഇല കിട്ടാത്തവരുടെ ഇല കൊടുത്തോളൂ. ആ സാധനങ്ങൾ ശ്രദ്ധിക്കണേ. ഒന്ന്, പവിത്രം കേൾക്കണം. കിട്ടാത്തവർ കൈപൊക്കിയാൽ മതി. തരും. പവിത്രം ഇല്ലാത്തവരാരുണ്ടോ? പവിത്രം. ഗ്ലാസ് വെള്ളം ഇത്രയും ആയെങ്കിൽ സ്വസ്ഥാനങ്ങളിൽ ഇരിക്കുക. പുതുതായിട്ട് ആരും ഇരിക്കരുത്. ഒന്ന് കൂടുതൽ പ്രാർത്ഥിച്ചോളൂ. ആത്മാർത്ഥമായിട്ട് ചെയ്യണേ. ഹൃദയോടെ ചെയ്യണം. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഗുരുവിന് നമസ്കാരം. ഓം ഏകദന്തം മഹാകായം തത്വകാഞ്ജന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഗണപതി ഭഗവാന് നമസ്കാരം. മനസ്സൊന്ന് ഏകാഗ്രമാക്കുക. എന്നിട്ട് വലത് കൈയുടെ മോതിരം വരില്ല. ഇതുണ്ടോ? കൈയൊന്ന് നനച്ചിട്ട് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഈ വലത് കൈയുടെ മോതിരം വരില്ല കാണിക്കുന്നുണ്ട്. പവിത്രം ഇടുക. വലത് കൈയുടെ മോതിര വിരലില് പവിത്രം ഇടുക. എന്നിട്ട് എല്ലാം പൂവും ചന്ദനവും എടുത്ത് ചന്ദനം വെള്ളത്തിലിട്ട് മുഴുവൻ ഇട്ടോളൂ. എന്നിട്ട് ഈ കൈ കൊണ്ട് പവിത്രം ഇടുക. കൈ കൊണ്ട് തൊട്ടിട്ട് ഞാൻ ജപം പറഞ്ഞോളാം. നിങ്ങൾ മനസ്സിൽ ജപിച്ചാൽ ഓം ഇമയാപ ശിവ സന്തു ശുഭ ശുദ്ധസ്ഥ നിർമ്മല പാവന ശീതളൈ ശൈവ ഭൂത സൂര്യശ്വര ശിവേ ഗംഗാമൂർത്തി ആഗസ്റ്റ് ആവാഹയാമി എന്ന് സങ്കല്പിച്ച് ആ വെള്ളം തനിക്ക് തളിക്കുക. ഇങ്ങനെ തനിക്ക് തളിക്കുക. ആ സാധനങ്ങളെല്ലാം ബലി സാധനങ്ങളെല്ലാം ഒന്ന് തളിക്കുക. മുമ്പിലുള്ള ബലിയിടാനുള്ള ഇല നന്നായിട്ട് തളിച്ച് തൂത്ത് തുടയ്ക്കുക. ചുക്കിലുവല ഒന്നും കാണാൻ പാടില്ല. അവിടെ പിതൃവനെ ഇരുത്താനുള്ളതാണ്. ചുക്കിലുവലകളൊന്നും ഉണ്ടാവാണ്ട് തുടച്ച് വൃത്തിയാണ്. എന്നിട്ട് ഇപ്പുറത്ത് നിർത്തുക. ഇങ്ങനെ കെട്ടഴിച്ച് കളയും. കെട്ടഴിച്ചിട്ട് അതൊന്നുകൂടെ കഴുകുക. നന്നായിട്ട് കഴുകുക. ഇങ്ങനെ കഴുകുക. കുറച്ചാണ്. ഇതിന് ചുക്കുവലയൊന്നും ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് ഇങ്ങനെ തുടയ്ക്കുക. തൊട്ടിട്ട് തനിക്ക് നേരെ വരത്തക്ക രീതി ഇവിടെ കാണിക്കുന്നുണ്ട്. തനിക്ക് നേരെ വരത്തക്ക രീതിയിൽ വിരിക്കുക. ഇങ്ങനെ വിരിക്കുക. ഇങ്ങനെ വിരിച്ചവിടെ ഇരിക്കുക. ശ്രദ്ധിക്കണേ. ഓരോന്നും ശ്രദ്ധിക്കേണ്ട കാര്യം. എല്ലാം പൂവും ചന്ദനവും എടുക്കണേ. പൂവ് ചന്ദനം വെള്ളവും കൂടെ കൂട്ടിയെടുത്ത് ചേട്ടാ പൂവ് ചന്ദനം വെള്ളവും കൂടെ കൂട്ടിയെടുത്ത് ഹൃദയത്തിന് നേരെ കൊണ്ടുവന്ന് എന്റെ പിതൃവിനുള്ള ഇരിപ്പിടമെന്ന് സങ്കല്പിച്ചുകൊണ്ട് അതിന്റെ മധ്യത്തിലായിട്ട് വയ്ക്കുക. അവിടെയാണ് നമ്മൾ ഇരുത്തുന്നത്. എന്നിട്ട് വീണ്ടും എല്ലാം പൂവും ചന്ദനവും വെള്ളവും കൂടെ കൂട്ടിയെടുത്ത് പൂവ്
ചന്ദനം വെള്ളവും കൂടെ കൂട്ടിയെടുത്ത് നേരെ മുകളിൽ കൈ കൊണ്ടുവന്ന് പിതൃവിനെ മനസ്സിലോർത്ത് പേരും മരിച്ച നാളും ബന്ധവും കൂടെ ഓർത്ത്, അല്ലെങ്കിൽ എല്ലാ പിതൃക്കളെ കൂടിയാണ് അങ്ങനെ ഓർത്ത് പിതൃലോകത്തു നിന്നും എന്റെ മുമ്പിലുള്ള ഇരിപ്പിടത്തിലേക്ക് എത്തിച്ചേരണമേ എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഇങ്ങനെ താഴ്ത്തി കൊണ്ടുവന്ന് ആഗസ്റ്റ് ആവാഹയാമി എന്ന് പറഞ്ഞ് പതുക്കെ വയ്ക്കുക. നാളെ ഇടരുത്, പതുക്കെ അവിടെ വയ്ക്കുക. അവിടെ പതുക്കെ കൊണ്ടുവന്ന് അവിടെ വയ്ക്കുക, അവിടെ ഇരുത്തുക. കൈ കുടഞ്ഞ് അവിടെ ഇട്ടോളൂ. എന്നിട്ട് ദാഹജലം കൊടുക്കുക. ഇവിടെ കാണിക്കുന്നു, ഇങ്ങനെ വെള്ളം എടുത്ത് ഒരു തവണ എടുത്ത് 3 പ്രാവശ്യമായിട്ട് ആ ഒറ്റത്തെ കൂടെ മേടിച്ചാൽ മതി. ജലം സമർപ്പയാമി, ജലം സമർപ്പയാമി, ജലം സമർപ്പയാമി. ഇടത് കൈയിൽ വെള്ളം ഒഴിക്കാം കേട്ടോ. അതുപോലെ ചന്ദനം എടുത്ത് തിരുമ്മി വെള്ളവും കൂടെ ഒഴിച്ച് ഗന്ധം സമർപ്പയാമി, ഗന്ധം സമർപ്പയാമി, ഗന്ധജലം സമർപ്പയാമി. എള്ളെടുത്ത് തിരുമ്മി, എടുത്ത് തിരുമ്മി വെള്ളവും കൂടെ ഒഴിച്ച് തിലകം സമർപ്പയാമി, തിലകം സമർപ്പയാമി, തിലകജലം സമർപ്പയാമി. പൂവെടുത്ത് 3 പ്രാവശ്യം അർച്ചന നടത്തും. പുഷ്പം സമർപ്പയാമി, പുഷ്പം സമർപ്പയാമി, പുഷ്പം പുഷ്പം സമർപ്പയാമി. ഇനി അവസാനം വെള്ളം മാത്രം കുടിക്കാൻ കൊടുക്കാം. ജലം സമർപ്പയാമി, ജലം സമർപ്പയാമി, ജലം സമർപ്പയാമി. ഇനി ഏറ്റവും ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ്, ഇതാണ് ശ്രാദ്ധം. എല്ലാം പൂവും ചന്ദനവും ശ്രദ്ധിക്കണേ. എല്ല്, പൂവ്, ചന്ദനം, വെള്ളവും കൂടെ കൂട്ടിയെടുത്ത് ആ ഉണക്കലരിയിൽ 3/4 ഭാഗം കൂടെ കൂട്ടിയെടുത്ത്, ഉണക്കലരിയുടെ 3/4 ഭാഗം കൂടെ കൂട്ടിയെടുത്ത് ഒരു മുഷ്ടിയാക്കി മാറ്റി ഇങ്ങനെ മുറുകെ പിടിക്കും. ഹൃദയത്തോട് ചേർത്ത് കൊണ്ടുവന്ന് എന്റെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. എന്റെ വെള്ളവും കൂടെ കൂട്ടിയാണ്, കുറച്ച് വെള്ളം കൂടെ മുമ്പേ പറഞ്ഞത്, വെള്ളം കൂടെ കൂട്ടി ആ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് എന്റെ പിതൃവിനുള്ള പിണ്ണം, പിതൃവിനുള്ള ബലി എന്ന് സങ്കല്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അതിന്റെ മധ്യഭാഗത്തായിട്ട് ഓം തൽസൽ എന്ന് പറഞ്ഞ് വെക്കുക. ഓം തൽസൽ എന്ന് പറഞ്ഞ് തന്നെ വെക്കണം. കൈ കൊടുന്ന് പിടിക്കുക. വെള്ളമെടുത്ത് കുടിക്കാൻ കൊടുക്കുക. ജലം സമർപ്പയാമി, ജലം സമർപ്പയാമി, ജലം സമർപ്പയാമി. 3 തവണ. ചന്ദനമെടുത്ത് തിരുമ്മി, ചന്ദനമെടുത്ത് വലതിലേക്ക് തിരുമ്മി വെള്ളവും കൂടെ ഒഴിച്ച് ഗന്ധം സമർപ്പയാമി, ഗന്ധം സമർപ്പയാമി, ഗന്ധജലം സമർപ്പയാമി. എള്ളെടുത്ത് തിരുമ്മി വെള്ളവും കൂടി ഒഴിച്ച് തിലകം സമർപ്പയാമി, തിലകം സമർപ്പയാമി, തിലകജലം സമർപ്പയാമി. പൂവെടുത്ത് വെള്ളവും കൂടെ കൂട്ടി പുഷ്പം സമർപ്പയാമി, പുഷ്പം സമർപ്പയാമി, പുഷ്പം സമർപ്പയാമി. അവസാനം വെള്ളം മാത്രം കുടിക്കാൻ കൊടുക്കും. ജലം സമർപ്പയാമി, ജലം സമർപ്പയാമി, ജലം സമർപ്പയാമി. രണ്ടാമത് ശ്രദ്ധിക്കണം. എല്ലാം പൂവ് ചന്ദനം, എല്ല്, പൂവ്, ചന്ദനം. ബാക്കി ഇരിക്കുന്ന മുഴുവൻ ഉണക്കലരിയും കൂടെ കൂട്ടി, ബാക്കി പൂ കയറ്റി ഇരുന്നോണ്ട് ഉണക്കലരി മുഴുവൻ കൂടെ കൂട്ടി ഇതുപോലെ ഒരു കുമ്പിള് പോലെയാണ്. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അദ്ദേഹത്തിന് നേരെ കൊണ്ടുവന്ന് നിങ്ങൾ മനസ്സിലാവണേ. എന്റെ എല്ലാ പിതൃക്കൾക്കുമുള്ള മുത്തശ്ശന്മാരെ, പിതാമഹേഭ്യ എല്ലാവർക്കുമുള്ള അമ്മാവന്മാരെ എല്ലാവരും ഓർത്തോളൂ. നമ്മൾ അവർ കാരണമാണ് നമ്മൾ നിലനിൽക്കും. അവരെ എല്ലാവരെയും കുടുംബം നിലനിൽക്കും. അവരെ എല്ലാം കൂടെ ഓർത്ത് അവിടെ ആ ദർഭപ്പുല്ലിന് മുകളിലായിട്ട് ബലി തൂവിയിടുക. ഇങ്ങനെ തൂവി പൊട്ടിക്കന്നിട്ടാൽ
തൂവി ഇങ്ങനെ അതിന്റെ മേളിലായിട്ട് പൊട്ടിച്ചിടുക ഇങ്ങനെ കൈയൊന്ന് കൊടുത്തോളൂ. എന്നിട്ട് തൊട്ട് തൊഴുക, ദർഭപ്പിള്ളെ തൊട്ട് തൊഴുക. ശ്രദ്ധിക്കണം, ഇനിയുണ്ട് തൊട്ട് പലതരം തൊട്ട് അവര് മാറ്റൊരു ആത്മബന്ധം സ്ഥാപിക്കും. വെറുതെ അല്ല, ആത്മാർത്ഥമായി ആ ഒരു ബന്ധം ഉണ്ടാക്കി ഉണ്ടാക്കി ആ പഴയ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്തോളൂ. നമ്മളെ എടുത്ത് വളർത്തുന്നതും എല്ലാം ഒന്ന് ഓർത്തോളൂ. എന്നിട്ട് അവിടെ എങ്ങനെ തന്നെ തൊട്ടോട് പറഞ്ഞോളൂ, ഉറക്കം പറഞ്ഞോളൂ. അറിഞ്ഞോ അറിയാതെയോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഈ ജന്മത്തിലോ മുൻജന്മത്തിലോ ഞാനോ എൻ്റെ കുടുംബമോ എന്തെങ്കിലും തെറ്റുകൾ എൻ്റെ പിതൃക്കളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ സംസ്ഥാപനാദവും ക്ഷമിച്ച് അനുഗ്രഹിക്കണേ. സംസ്ഥാപനാദവും ക്ഷമിച്ച് അനുഗ്രഹിക്കണേ. തൊഴുത് പ്രാർത്ഥിച്ചോളൂ. ഓം അനാദി നിധനാനന്ദ ശംഖചക്ര ഗദാധര അക്ഷയ പുണ്ടരീകാക്ഷ പ്രേതമുക്തിപ്രദോഭവ 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 എന്നിട്ട് പ്രാർത്ഥിക്കുക. എൻ്റെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും സമ്പത്തും സമൃദ്ധിയും പോരാ, ശാന്തിയും സമാധാനം ഉണ്ടാവണേ, ശാന്തിയും സമാധാനം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് എല്ലാം പോകും ചന്ദനവും തൂത്തുവാരിയിടും. അതിൻ്റെ അകത്തേക്ക് മറ്റേ ഇലയിലൊന്നും വേണ്ട, അത് മുഴുവനായിട്ട് തൂത്തുവാരിയെടുത്ത് വെള്ളവും കൂടെ ചേർത്ത് ഇങ്ങനെ പിടിക്കുക. വെള്ളവും കൂടെ ചേർത്ത് പിടിച്ചിട്ട് ശ്രദ്ധിക്കണേ, ഈ പിതൃവിനെ അല്ലെങ്കിൽ ഈ പിതൃക്കളെ ആരെയാണ് നിങ്ങൾ സങ്കല്പിച്ചത്? അവരെ എല്ലാവരെയും സമഷ്ടിയായിട്ട് പിതൃലോകത്തിലേക്ക് മടക്കി അയക്കുന്നു എന്ന് സങ്കല്പിച്ച് ആ പിണ്ടത്തിന് 3 പ്രദക്ഷിണം വയ്ക്കുന്നതായി സങ്കല്പിച്ച് 3 പ്രാവശ്യം ഒഴിഞ്ഞാൽ മതി. 3 പ്രദക്ഷിണം വയ്ക്കുന്നതായി സങ്കല്പിച്ച് അത് നേരെ മുകളിൽ കൊണ്ടുവന്ന് പിതൃലോകത്തിലേക്ക് മടക്കി അയക്കുന്നതായി സങ്കല്പിച്ച് താഴ്ത്തി കൊണ്ടുവന്ന് പറയണം, ഉദ്ദിഷ്ട ഉദ്ദിഷ്ട ഉദ്വാസയാമി, ഉദ്ദിഷ്ട ഉദ്ദിഷ്ട ഉദ്വാസയാമി എന്ന് പറഞ്ഞ് അവിടെ വെതറിയിട്ടു. എന്നിട്ട് ശ്രദ്ധിക്കണേ, ആ 2 ഇലയും ഒരുമിച്ചാണ് എന്ന് പറഞ്ഞാല് ബലിയിട്ട ഇല മുകളിൽ വരണം, ഒന്നുമില്ലാത്ത ഇല അതിൻ്റെ അടിയിൽ വരും എന്നുള്ളത്. ആ ഇല നേരെ വയ്ക്കും, തനിക്ക് നേരെ വയ്ക്കും. ഏറ്റവും പ്രധാനം ശ്രദ്ധിക്കണം, ഈ ബലിയിട്ടതിൻ്റെ ഫലം ഓരോന്നിനും അർത്ഥമാണ്. ഈ ബലിയിട്ടതിൻ്റെ പുണ്യം എനിക്കും എൻ്റെ കുടുംബത്തിൽ ഉണ്ടാവണമെന്ന് സങ്കല്പിച്ചുകൊണ്ട് ആ ബലിയിട്ട ഇലയിലെ വെള്ളം, ഗ്ലാസ്സിലെ വെള്ളമല്ല, ബലിയിട്ട ഇലയിലെ വെള്ളം തനിക്കും തൻ്റെ മുഖത്തും തളിക്കും. ബലിയിട്ട ഇലയിലെ വെള്ളം ഇതാണ് സങ്കല്പം. ഇതാണ് ആ പുണ്യം, ഈ കർമ്മത്തിൻ്റെ ഫലം എന്നിലേക്ക് വരണേ, എൻ്റെ കുടുംബത്തിലേക്ക് ഉണ്ടാവണേ സങ്കല്പിക്കാം. എന്നിട്ട് ഈ പവിത്ര മോതിരം പവിത്രം കെട്ടഴിച്ച് ഊരിയിട്ട് കെട്ടഴിച്ച്, പിതൃകർമ്മമാണ് ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം. ഇനിയൊരു കർമ്മം ഇതുകൊണ്ടില്ല, ഏതാ ഈ പവിത്രം കൊണ്ടില്ല. അത് സങ്കല്പിച്ച് അവിടെ വെച്ചോളൂ, അത് കെട്ടഴിച്ച് തന്നെ വെച്ചോളൂ. തിരക്കൊന്നും പഠിക്കണ്ട, ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ശ്രദ്ധയോട് കൂടി തന്നെ ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ വെള്ളം ആ വെളിത്തറയിൽ വെച്ച് ഗ്ലാസും അവിടെ കഴുകി, ഇവിടെ ഗ്ലാസ്സിലൂടെ കൊണ്ടുവന്ന നന്നായി അവിടെ വെച്ചിട്ട് ഈ കുളത്തിൽ വന്ന് കാലും മുഖം കഴുകി ഇവിടെ വന്ന് 8 നാരായണ ജപിച്ചു ഭഗവാനെ സമർപ്പിക്കുക. ഈ ഭസ്മധാരണവും നടത്തി അമ്പലത്തിൽ ക്ഷേത്രത്തിലേക്ക് പോകാം. നാരായണ ജപിക്കണേ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. നാരായണായ. ഇവിടുത്തെ തീർത്ഥക്കുളത്തിലെ വെള്ളം തന്നെ അടുത്ത് തീർത്ഥമായിട്ട് തന്നെ ഉപയോഗിച്ചാണ് ഇവിടുത്തെ എല്ലാ ചടങ്ങുകളും നടത്തുന്നത്. നമുക്കിനി മുകളിലത്തെ നിലയിൽ ഇതുപോലെ തന്നെ ബലിതർപ്പണ ചടങ്ങ് നടക്കുന്നുണ്ട്, അവിടെയും കൂടെ കാണാം. എത്ര വേനൽക്കാലത്തും ഇവിടെ നിറഞ്ഞ് വെള്ളമാണ് അതിനകത്ത്.
അരി മിക്സ് ചെയ്യും, ഇതിലൂടെ കൂട്ടി അരി മിക്സ് ചെയ്തെടുക്കും. രണ്ടായിട്ട് അരി വീതിച്ച് വെച്ചതിനകത്ത് ഒന്നിൻ്റെ കൂടെ എള്ളൂടെ കൂട്ടി മിക്സ് ചെയ്ത് വലത് കൈയിലെടുക്കുക. വലത് കൈയിലെടുത്ത പിതൃവിനുള്ള പിണ്ഡമാണ് സമർപ്പിക്കുന്നത്. ഇല്ലാത്ത ഏറ്റവും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മമാണ്. വലത് കൈയിലെടുത്ത് ഗ്ലാസ്സിലെ ജലവും കൂടെ ചേർത്ത് എൻ്റെ പിതൃവിനുള്ള പിണ്ഡം എന്ന് സങ്കല്പിച്ച് വളരെ ഭക്തിയോടുകൂടി നമ്മൾ ആവാഹിച്ചിരിക്കുന്ന ആ പുല്ലിന്റെ ജർഭപുല്ലിന്റെ മധ്യഭാഗത്തിലേക്ക് വെക്കുക. പിതൃവിനുള്ള പിണ്ഡം എന്ന് സങ്കല്പിച്ച് ഓം തൽസൽ എന്ന് പറഞ്ഞ് ആ ജർഭപുല്ലിന്റെ മധ്യഭാഗത്തിൽ വെക്കുക. ഇതിന് മുൻപ് നമ്മൾ ചെയ്തതുപോലെ തന്നെ 3 പ്രാവശ്യം ജലം കൊണ്ടിറക്കുക, 3 പ്രാവശ്യം ഗന്ധം കൊണ്ടിറക്കുക, 3 പ്രാവശ്യം പൂവാരാധിക്കുക, 3 പ്രാവശ്യം എള്ളു തിരുമ്പി 3 പ്രാവശ്യം ചേർത്ത് തീർത്ഥജലവും കൂടെ ചേർത്ത് അഖില ഇലയിൽ തന്നെ എടുത്തോളൂ. പിണ്ഡം വെച്ച ഇല മുകളിലായിട്ട് വരത്തക്ക വിധം 2 ഇലയും കൂടെ ചേർത്തെടുക്കുക. സാധനങ്ങൾ ഇരുന്ന ഇല അടിയിൽ വരണം, പിണ്ഡം വെച്ച ഇല മുകളിൽ വരണം. വെച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള പവിത്ര കെട്ട് നമുക്കിനി ക്ഷേത്രത്തിലേക്ക് പോകാം. ഇവിടെ നിന്നുള്ള കയറ്റം ചാലം ബുദ്ധിമുട്ടാണ്. പ്രായമുള്ളവരെല്ലാം ഒന്ന് നിന്നൊക്കെ പോകത്തുള്ളൂ, അത്രയ്ക്ക് നല്ല കയറ്റം തന്നെയാണ്. ധാരാളം ആൾക്കാരൊക്കെ പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് അവിടെ ബോർഡ് വെച്ചിരിക്കുന്നുണ്ട്, കപില മഹർഷി തപസ് ചെയ്ത ഗുഹ. ഇതിൻ്റെ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടെയും ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ ഗുഹ നേരെ പോകുന്നത് ക്ഷേത്രത്തിൻ്റെ അടിവശത്തോടെ പുതുപ്പള്ളി വഴി ഭൂമിക്കടി കൂടെ പോകുന്നത് മണികണ്ഠപുരത്തോട്ടാണ്, വാഹത്താനം. അപ്പം ഞാൻ ഇവിടെ ഒരു കുട്ടിയായിട്ടൊരു മേലാത്തൊരു കുട്ടിയായിട്ടൊരു കൂട്ടി വന്നിട്ടുണ്ട്. അവരെ ഞാൻ ആദ്യം കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവരെ സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക. കാരണം നമ്മളൊക്കെ എന്തുമാത്രം പൈസ അനാവശ്യമായിട്ട് കളയുന്നു. 17 വയസ്സുള്ളൊരു കുട്ടിയാണ്, നിങ്ങൾ കാണാം ഉണ്ടോ, ബെനറ്റ് ജോബി. അതിൻ്റെ ഫോൺ നമ്പരും എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യുക. ഓപ്പറേഷൻ കഴിഞ്ഞാണോ അതോ ഓപ്പറേഷൻ കഴിഞ്ഞാണോ? ആണല്ലേ. ഇനിയിപ്പോൾ എന്നാ അവർ പറയുന്നത്? അപ്പം പ്രിയ കൂട്ടുകാരെ, അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. പുതുപ്പള്ളി ടുഡേ ലൈവ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ.